കസ്റ്റമേഴ്സ് മെറ്റേണിറ്റി കിറ്റുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇന്ന് വന്നൊരു ഹോട്ടലിലൊരു വെറൈറ്റി എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ സാധാരണ ചോദിക്കുക ക്വാണ്ടിറ്റിയും കൂടി ചോദിക്കും, ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് വന്ന കസ്റ്റമർ ചോദിച്ചിരിക്കുന്നത് ക്വാളിറ്റിയാണ് കേട്ടോ. ആൾക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അത്യാവശ്യ ഐറ്റംസ് മതി, ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള ഐറ്റംസ് ഒന്നും വേണ്ട, ക്വാളിറ്റി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മതി എന്ന് പറഞ്ഞേക്കുന്നത്. അത്തരത്തിൽ നമുക്ക് ഒരു മെറ്റേണിറ്റി കിറ്റ് അവൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു മസ്ലിൻ തന്നെ കൊടുക്കുന്നതായിരിക്കും. അവൾക്ക് കംഫർട്ടായിട്ട് മസ്ലിനാണ് പറഞ്ഞത്, അപ്പം മസ്ലിൻ തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു മസ്ലിന്റെ ജബല എടുക്കാം. അതുപോലെ തന്നെ ഒരു 2 പീസ് ബനിയൻ മെറ്റീരിയലിന്റെ ഒരു 2 പീസ് എടുക്കാം. ഒരു നാപ്കിനും അതുപോലെ തന്നെ ഒരു ബട്ടൺ ജബലയും കൂടി വരുന്നത്. കൂട്ടത്തിൽ ഒരു വൈറ്റ് ജബല എടുക്കാം കേട്ടോ. അത് നമുക്ക് മസ്ലിൻ്റെ തന്നെ എടുക്കാം. മസ്ലിൻ്റെ തന്നെ ഒരു വൈറ്റ് ജബല. പിന്നെ റോംബർ പൊട്ടി എടുക്കാം, ന്യൂ ബോൺ ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് തണുപ്പത്തൊക്കെ നല്ല കുട്ടി ജനിക്കുന്ന ടൈമിൽ യൂസ് ചെയ്യാൻ ഇങ്ങനത്തെ മെറ്റീരിയൽ ആട്ടോ നല്ലത്. നല്ല സോഫ്റ്റ് ആണ്, ബ്ലാങ്കറ്റ് പോലെ ഇരിക്കും. നല്ല കിഡിലെ പ്രോഡക്റ്റ് ആട്ടോ ഇത്. നോർമൽ ടൈപ്പ് എടുക്കാം, അത്രയും കട്ടിയില്ലാത്തൊരു നോർമൽ റോംബർ. പിന്നെ ഒരു ഹാഫ് റോംബർ, ഓൺസ് ഒരെണ്ണം. ഡ്രസ് ഐറ്റംസ് ഇതാ ഇത്ര മതി. മിറ്റൻസ് കെട്ടുന്നതായിരിക്കും കുറച്ചും കൂടി കംഫർട്ട് കേട്ടോ. മറ്റേതാണെങ്കിൽ കുഞ്ഞുങ്ങളെടുത്ത് വലിച്ച് ഇളക്കി കളയാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇത് മസ്ലിൻ്റെ മിറ്റൻ ബൂട്ടീസ് ആണ് കേട്ടോ സെറ്റ്. കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നൂലാണെന്ന്. ഒരു വൈറ്റും അതുപോലെ തന്നെ ഒരു വൈറ്റിൽ ഒരു പീച്ച് കളർ കൂടി വരുന്ന 2 മിറ്റൻ ബൂട്ടീസ് സെറ്റ് എടുത്തിട്ടുണ്ട്. 3 നാപ്പീസ്. ഓക്കെ, മസ്ലിൻ്റെ തന്നെയാണേ. മസ്ലിൻ്റെ തന്നെ ഒരു 3 ഫേസ് ടൗല് കണ്ടോ, പല പ്രിൻ്റാട്ടോ വരിക. ഇത്തരത്തിലൊരു 3 നാപ്കിൻ ടൗൽ യൂസ് ചെയ്യാം. ടൗൽ എടുക്കാം. ടൗൽ എന്ന് പറയുമ്പോൾ ഫില്ലറിൻ്റെ കൊള്ളാട്ടോ. ഇത് മസ്ലിൻ്റെ തന്നെ ടവലാണ്. 3 ടവൽ എടുക്കാം. ഇത് റാപ്പറല്ല, ഇത് നോർമൽ ടവൽ തന്നെ കേട്ടോ. ഇത് മസ്ലിൻ്റെ റാപ്പറാട്ടോ. ഇതെടുക്കാം. ഇത് മസ്ലിൻ്റെ തന്നെ ബെഡാണ് കേട്ടോ. ഇപ്പോൾ ഒരു ബെഡ് ഹോൾഡർ ഉണ്ട് അല്ലേ, അതും കൂടെ ഒന്ന് എടുത്തേടാ. ഇതൊന്നുണ്ട്, ഇത് 2 വെച്ചോ. ഒരു ഡ്രൈ ഷീറ്റ് 2 എണ്ണം എടുക്കാം. അത്യാവശ്യത്തിന് 2 എണ്ണം വേണ്ടി വരും, കാരണം ഹോസ്പിറ്റലിലൊക്കെ ആയാലും വീട്ടിൽ കൊണ്ടുവന്നാലും അത്യാവശ്യം വേണ്ടി വരും. ഒരു മസ്ലിൻ്റെ തന്നെ ബാത്ത് ടവല്. പിന്നെ ഒരു ബ്ലാങ്കറ്റ് എടുക്കാം. ബ്ലാങ്കറ്റ്സ് എന്തായാലും കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമായിരിക്കും, തണുപ്പൊക്കെ ആയിരിക്കുമല്ലോ എന്തായാലും ജനിച്ച ടൈമിൽ. ആ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കിടിലം ബ്ലാങ്കറ്റ്. ഓള് റേറ്റ് നോക്കിയിട്ടില്ല കേട്ടോ, ക്വാളിറ്റിയാണ് ഓള് മെയിനായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഐറ്റംസ് ആട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റാണ്, പ്രീമിയം ക്വാളിറ്റിയാണ്. ഉണ്ടോ, കളർ തന്നെയല്ലേ. അപ്പം ഇതെടുക്കാം. ഫീഡിങ് പില്ലും ഉണ്ട്. പില്ലുടെ ആവശ്യം എല്ലാവർക്കും വരത്തില്ല, ചോദിച്ചിട്ട് എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത്യാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇത്ര ഐറ്റംസ് ഒക്കെ മതി. കാരണം എന്ന് പറഞ്ഞാൽ വെറുതെ ക്വാണ്ടിറ്റി കുറേ സാധനങ്ങൾ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടെ ആണെങ്കിലും കുറച്ച് ലിമിറ്റഡ് സാധനങ്ങളായിരിക്കും കൊണ്ടുപോകുക. അത്യാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അത്രയും മതിയാവും. ഇനി നമുക്ക് കുഞ്ഞിന് സെബാവൻ്റെ കുറച്ച് ഐറ്റംസ് എടുക്കാം. സോപ്പ് ഇതൊക്കെ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷെ ഓള് പറഞ്ഞത് വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു പൗഡർ, ബോഡി വാഷ് ചോദിച്ചിരുന്നല്ലേ, ഒരു ബോഡി വാഷ്. ഇത്രയും മതി. അത്യാവശ്യം സാധനങ്ങളുണ്ട്. ലോഷൻ എടുത്താടാ, ലോഷൻ. ഓക്കെ, ലോഷൻ എടുത്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പീജൻ്റെ ഒരു വാട്ടർ വൈപ്സ് കൂടി എടുക്കാം. ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ നമുക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടത്. ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമല്ല, വീട്ടിൽ വന്നിട്ട് ആവശ്യം ഉണ്ടാവുള്ളൂ. ഓള് ചോദിച്ചോണ്ട് കേട്ടോ ഇത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട മിനിമം ക്വാണ്ടിറ്റി പ്രീമിയം ഐറ്റംസ് ആണ് നമ്മൾ പാക്ക് ചെയ്തേക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് വലിയ ഉപയോഗപ്പെടുകയൊന്നുമില്ല. അപ്പം നമ്മൾ എടുക്കുന്ന ഓരോ സാധനങ്ങളും ക്വാളിറ്റി ഉള്ളതാവാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ക്വാളിറ്റിയിലായിരിക്കണം.